ഒരു യക്ഷിയിൽ നിന്ന് പിന്നെ കോയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവരുടെ കള്ളന്മാർ അവന് മുഴുവാക്കി അവരുടെ പണവും വസ്ത്രവും എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. അവൻ വഴിയിൽ മരിക്കാനായി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മഹാൻ വന്നു. അവൻ മല ഊരി വരുന്നു. അവനെ സഹായിച്ചില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഞാനെന്തിനാ അവനെ സഹായിക്കണേ? ഇവനെ സഹായിച്ചിട്ട് എന്തുണ്ടാകാം? എന്ത് വീടുകളിൽ പണിതുകൊണ്ട് ഞാനവനെ സഹായിക്കുന്നില്ലെന്ന് കണ്ട് അവൻ പോയി. അടുത്ത ആള് വന്നു. അയാൾ ഒരു ലേവ്യനായിരുന്നു. അയാൾ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഇവനെ സഹായിക്കുന്നില്ല. എന്റെ വസ്ത്രം വെള്ളയാ. ഇവനെ സഹായിക്കുന്നതിന്റെ മേലാണ് ചോര ഒഴുകുക. ഞാൻ ഇവനെ സഹായിച്ചതിന് വസ്ത്രം കേടോ. ഞാൻ ഇവനെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥയുടെ ഹീറോ വന്നു. അവൻ കഴുതപ്പുറത്തിരുന്നിട്ടായിരുന്നു വന്നത്. അവൻ ഇവനെ കണ്ടതും കഴുതിൽ നിന്നും ചാടിയിറങ്ങി ഇവനെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, നീ ആരാ? ഞാനിനെ സഹായിക്കാത്ത പറഞ്ഞ് കഴുതപ്പുറത്തിരുത്തി ഒരു ഡോക്ടർക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവനെ മുഴുവൻ മാറുന്ന വരെ ഇവിടെ ഇരുന്നോ. ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണേലും തരാം. ഇവന് മുഴുവൻ മാറുന്ന വരെ ഇരുത്തോ ചോദിച്ചിട്ട് അയാൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരെ ആയാലും സഹായിക്കണം. നമ്മളുടെ ബന്ധുക്കളായാലും മാതാപിതാക്കളായാലും ബന്ധുയില്ലാത്തവരായാലും വയസ്സായവരായാലും നമ്മൾ ആരെയും സഹായിക്കണം. ആമേൻ.